മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ശിവേട്ടനെ രാജീവേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകും എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി എടുത്തു നിന്ന് വൈജി അങ്ങ് പോവുകയാണ്. മുത്തശ്ശിക്കും ഭയങ്കര വിഷമം വരുന്നുണ്ട്. നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. അവിടെയാണെങ്കിൽ അലീനയാണെങ്കിൽ ചായയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇന്നപ്പോഴത്തെ അങ്ങോട്ട് വന്നിട്ട് വൈജി ചോദിക്കുകയാണ്, നീ ജയിച്ചെന്നാണ് നിൻ്റെ വിചാരം? അപ്പം അലീന പറയാണ്, എനിക്ക് ജയവും തോൽവിയും ഒന്നുമില്ല. പിന്നെ ഇതിൽ തിരിച്ചു വന്ന് സാറ് വിളിച്ചുകൊണ്ട് വന്ന്, അതുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. മാഡത്തിൻ്റെ മനസ്സിലാണ് ജയവും തോൽവിയും യുദ്ധവും ബഹളവും ഒക്കെ ഉള്ളത്. എനിക്കങ്ങനെയൊന്നും ഇല്ലെന്ന് അലീന പറയാണ്. ചോദിച്ചു വാങ്ങിച്ചതാണോ ഈ ദത്തുപുത്രി പട്ടം? ഞാനൊന്നും ചോദിച്ചതുമില്ല. അത് ബാലേന്ദ്രൻ സാറായിട്ട് എനിക്ക് തന്നെയാണെന്ന് പറയാണ്. എനിക്ക് ആകെപ്പാട് ഒരാഗ്രഹമേ ഉള്ളൂ, മാഡം എന്നെ മകളായിട്ട് കാണണം, മോളെ എന്നൊന്ന് വിളിക്കണം. അത്ര മാത്രമേ ഉള്ളൂ ആഗ്രഹം. അത് കഴിഞ്ഞ് ഞാൻ മരിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് അലീന പറയുകയാണ്. അപ്പം വൈജ പറയാണ്, 10 ജന്മം എടുത്താലും നീ എൻ്റെ മകളാകത്തില്ല. മകളാകണമെങ്കിലേ എൻ്റെ വയറ്റിൽ ജനിക്കണം. എൻ്റെ വയറ്റിൽ ജനിച്ച 3 മക്കളും എനിക്കുണ്ട്. ചുമ്മാതെ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ദത്തുപുത്രിയാക്കിക്കൊണ്ടോ ഒരിക്കലും മകളാകത്തില്ല. എങ്ങും എഴുതി പിടിപ്പിച്ചെന്നും പറഞ്ഞു മകളാകത്തില്ല എന്ന് വൈജ പറയാണ്. ഇപ്പം ഒരാവേശത്തിന് പുറത്ത് ബാലേന്ദ്രൻ നിന്റെ ദത്തുപുത്രി എന്നുള്ളൊരു സ്ഥാനം തന്നേക്കുക. ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇതുപോലെ ആ ഒരു സ്ഥാനം അങ്ങ് എടുത്ത് കളയും. നീ ഇവിടെ മൂത്ത മകളാണെന്നും പറഞ്ഞ് നിൽക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറയാണ് വൈജ. ഞാനൊന്നും അവകാശപ്പെട്ടിട്ടില്ല, ഇതൊന്നും വേണ്ട. പിന്നെ നീ നിനക്കൊന്നും വേണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? അത് സാറാ എന്നെ കൊണ്ടുവന്നത്, ഞാൻ പോയതല്ലേ മാഡം എന്ന് പറയാണ്. പിന്നെ നീ സാറിൻ്റെ കാലം കൊണ്ടല്ലേ നടക്കുന്നത്, ഒരു സാറ് എന്നും പറഞ്ഞുകൊണ്ട് വൈജ പറയാണ്. പിന്നെ എൻ്റെ രക്തം നിൻ്റെ ഞരമ്പിലൂടെ എൻ്റെ രക്തം നിൻ്റെ ഞരമ്പിലൂടെ ഓടിയാലേ നീ എൻ്റെ മകളാകത്തുള്ളൂ, അല്ലാത്ത പക്ഷം ഒരിക്കലും എൻ്റെ മകളാകത്തില്ല എന്ന് പറഞ്ഞ് വൈജി അങ്ങ് പോവുകയാണ്. പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ്, ഈ വീട്ടിൽ നമ്മൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മതി, ഒന്നീ ഞാൻ അല്ലെങ്കിൽ നീ പറഞ്ഞ് വൈജ ദേഷിച്ചങ്ങ് പോവുകയാണ്. അലീന ഇതൊക്കെ കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ അലീന മുത്തശ്ശി എടുത്ത് കാപ്പിയും കൊണ്ടുവരികയാണ്. എന്താ മുത്തശ്ശി വെച്ചൊക്കെ നടക്കാൻ തുടങ്ങിയോ? ഓ, എന്നെ ആര് പിടിച്ചുകൊണ്ട് നടക്കാനാ? നിങ്ങളെല്ലാവരും കൂടെ എന്നെ പറഞ്ഞു വിട്ടതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബെൽറ്റൊക്കെ എടുത്ത് പതുക്കെ നടന്നു തുടങ്ങാമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വീണ്ടും ഭരണമൊക്കെ ഏറ്റെടുത്തോ? ഞാൻ എന്താ ഭരണം ഏറ്റെടുക്കാനാ മുത്തശ്ശി? ഞാൻ ഇതേപോലെ തന്നെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വന്നതല്ലേ, അതേപോലെ തന്നെ ഇപ്പോഴും ചെയ്യുന്നു എന്ന് പറയാണ്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ പിടിച്ചിറക്കി വിട്ടതല്ലേ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, ആർക്കായാലും സ്വന്തം മോള് പറയുന്നത് വിഷമിക്കുന്നതല്ലേ കാണാൻ പറ്റൂ. വൈജ എൻ്റെ മകളല്ലേ, അവൾ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. തെറ്റായാലും ശരിയായാലും എനിക്ക് അവളോട് നിന്നേ പറ്റൂ എന്ന് മുത്തശ്ശി പറയുകയാണ്. നിനക്ക് ബാലേന്ദ്രൻ ദത്തുപുത്രി പട്ടമൊക്കെ തന്നിട്ടുണ്ടല്ലോ, അത് ഈ പത്മശ്രീ, പത്മഭൂഷൺ, കീർത്തിചക്ര കൊടുക്കുന്ന പോലെ എനിക്കത് വലിയൊരു പട്ടം തന്നെയാണ്. എൻ്റെ മനസ്സിൽ എനിക്കൊരു മകളെ പോലെ തന്നെയാണ്. എനിക്കൊന്ന് അത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളെല്ലാം ഒരു അനാഥ പെണ്ണായിട്ടാണ് കരുതുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ബാലേന്ദ്രൻ സാർ എന്നെ അങ്ങനെയല്ല കാണുന്നത്, ഒരു മോളെ പോലെയാണ് കരുതുന്നത്. മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ അലീനയുടെ മുഖത്തൊന്നും നോക്കുന്നില്ല. ഇനി എന്ത് പട്ടം കിട്ടിയാലും ഞാൻ അലീനയാണ് മുത്തശ്ശി, അലീന. പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കണമെന്നാണ് എന്നെ ബ്രിജിത്താമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇവിടെ വന്നത് വൈജിക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു വന്നത്, അതെനിക്കറിയാം മുത്തശ്ശി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴും. നീ എന്താ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം? വീട്ടിൽ വന്ന വേലക്കാരിയെ പറഞ്ഞു വിടാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൻ്റെ ഉടമ ഇറങ്ങിപ്പോകുന്നു. അതിന് പിന്നെ അങ്ങനെയല്ല പിന്നെ എന്താ പറയുക എന്ന് പറയാണ്. മുത്തശ്ശി കാപ്പി കുടിക്കുക. കാപ്പി കുടിച്ചിട്ട് ബെഡ്ഷീറ്റ് മാറ്റണം, ഡ്രസ്സ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അലീന ഓരോരോ ജോലി പറയുകയാണ്. അങ്ങനെ മുത്തശ്ശി കാപ്പി കുടിക്കുകയാണ്. കണ്ണിക്കുന്ന വൈജ കമലയെ വിളിക്കുകയാണ്. കമലേട്ടത്തി തിരക്കിലാണോ? ഏയ് ഇല്ല, നീ പറഞ്ഞു എന്ന് പറയാണ്. ബാലേന്ദ്രൻ തിരിച്ചു വന്നു. ബാലേന്ദ്രൻ തിരിച്ചു വന്നു, കൂടെ അവളും കൂടെ ഉണ്ടോ? ഉണ്ട്. രണ്ടുപേരും കൂടെ വരുന്ന കണ്ടിട്ട് എനിക്കെൻ്റെ ദേഷ്യം വന്നത് എന്ന് വൈജ പറയാണ്. റിസോർട്ടിലൊക്കെ താമസിച്ച് അവൾ നല്ല കൊഴുത്തൊക്കെ ആയിരിക്കുമല്ലോ വന്നതെന്ന് കമല പറയാണ്. അതൊക്കെ വിട് വൈജേട്ടത്തി, ഇവിടെ കയറി വന്നപ്പോൾ തന്നെ പുതിയൊരു പട്ടവും കൂടെ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, ദത്തുപുത്രിയോ? ദത്തുപുത്രി പട്ടമാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ മക്കൾക്കുള്ള എല്ലാ അവകാശവും അവൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പം കമല പറയുകയാണ്, നിങ്ങളൊക്കെ ഇത് കേട്ടോണ്ടിരുന്നോ? ഇത്ര നാളില്ലാത്ത ഈ മോളിപ്പോൾ എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചൂടെ? ആര് ചോദിക്കാനാ? പിന്നെ രോഹിത് ഒരു തെമ്മാടിത്തരം കാണിച്ചുകൊണ്ട് അവനൊന്നും ചോദിക്കാൻ വയ്യ. പിന്നെ ബബിത മോക്കാണെങ്കിൽ അച്ഛനെ പേടിയാണ്. പിന്നെ കൃഷ്ണമോൾ അച്ഛൻ എന്താണോ പറയുന്നത് അതേപോലെ കേൾക്കുന്നവളുമാണ്. മക്കളുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആകെപ്പാടെ നാണം കെട്ടുപോയി എന്ന് വൈജ പറയാണ് കമല അടുത്ത്. പൂച്ചയെ പോലെ ഇരുന്നിട്ട് ഇപ്പം ഇതൊക്കെയാണ് സംസാരം എന്ന് കമല ചോദിക്കുകയാണ്. അണുവിടെ വിട്ടുകൊടുക്കല്ലേ വൈജയെ,
അയാൾ ഈ ദത്തുപുത്രി എന്ന് പറയുന്നതിൻ്റെ മറയിൽ അയാൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ അയാൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു വേലക്കാരി ആ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ വയ്യാത്ത നീ പോയി ചാവുകയോ ചെയ്യേണ്ടത് എന്നൊക്കെ കമല പറയുകയാണ്. ഈ സമയത്താണ് വൈജിക്ക് ഒരു കോൾ വരുന്നത്. വൈജ പിന്നെ വിളിക്കാൻ കമലേട്ടത്തിൽ നിന്ന് പറഞ്ഞ് ഫോൺ വെക്കുക. കമലയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മനു അങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പം മനുവിൻ്റെ പെങ്ങൾ വന്നാണ് ഡോറ് തുറക്കുന്നത്. അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നത്. അമ്മ ഫോണിലായിരുന്നു. ആൻറ്റി ആയിരുന്നു ഇത്രയും നേരം. ഇപ്പോഴോ അച്ഛനോടാണെന്ന് തോന്നുന്നു. എന്താ വിശേഷം? അതൊക്കെ പറയാം. ബാലേന്ദ്രൻ അങ്കിളും നമ്മുടെ അലീനയും കൂടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടോ? ലാൻഡ് ചെയ്തിട്ടുണ്ടോ? എന്താണ് അന്തരീക്ഷം? ആകപ്പാടെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കണം. എന്നാൽ നീ പറ, കാര്യം എന്താണ്? അങ്ങനെ ബാലേന്ദ്രൻ അങ്കിളും അലീനയും കൂടെ ലാൻഡ് ചെയ്ത ഉടനെ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിയ അങ്കിള്, ഇവൾ എൻ്റെ ദത്തുപുത്രിയാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൻറ്റിയുടെ റിയാക്ഷൻ? നോ റിയാക്ഷൻ. ഒരു റിയാക്ഷനും ഇല്ല. പിന്നെ അടുത്ത പ്രഖ്യാപനം, അലീനയെ അംഗീകരിക്കാൻ വയ്യാത്തവർക്ക് ഈ വീട് വിട്ടു പോകാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന പുറത്തവർക്ക് എങ്ങനെയാണ് താമസിക്കേണ്ടത് അതിനുള്ള സൗകര്യവും അങ്കിൾ ഒരുക്കി കൊടുക്കാം എന്ന് പറയാണ്. എന്നിട്ട് ആൻറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പം ആൻറ്റി തോൽവി സമ്മതിച്ചോ എന്ന് മനു ചോദിക്കുകയാണ്. ആൻറ്റി അങ്ങനെ തോൽവി സമ്മതിക്കുമോ? അണിയറയിൽ ഇങ്ങനെ ഓരോരോ പുകയുന്നുണ്ട്, എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പെങ്ങൾ പറയാണ്. മനു പറയണേ അലീന ഒരു പാവമാണ്. അപ്പം ആ പെങ്ങൾ പറയാണ്, ഇനി എനിക്കൊരു സംശയം, ബാലേന്ദ്രൻ അങ്കിൾ എന്തിനാണ് അലീനയ്ക്ക് വേണ്ടി ഇത്ര കടംപിടുത്തം നടക്കുന്നത്? ഇനി സ്വന്തം മകളെങ്ങാണോ? മനു പറയണേ അങ്ങനൊന്നുമില്ല. പക്ഷേ എനിക്കൊരു സംശയം, എന്താണ് അങ്കിൾ ഇത്രയും കടംപിടുത്തം നടത്തുന്നത് എന്നൊരു സംശയം ഉണ്ടെന്ന് പറയണേ. അങ്ങനെ അവർ രണ്ട് സംസാരിച്ചിട്ട് പറയാം, എനിക്കൊരു ബ്ലാക്ക് ടീ തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എടുക്കാൻ പോവുകയാണ്. പക്ഷേ എൻ്റെ ഫോൺ ചാർജ് ചെയ്തതാണോന്നും പറഞ്ഞ് പെങ്ങൾ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അലീനെ നേരം വെളുത്ത് മുറ്റമൊക്കെ തൂക്കാൻ വരികയാണ്. അങ്ങോട്ടത്തേക്ക് കൃഷ്ണമോൾ വരികയാണ്. കൃഷ്ണമോൾ വന്നിട്ട് പറയാണ്, ചേച്ചി ഞാനിത് ചെയ്തോളാം, ചേച്ചി പോയി ചായ ഇട്ടോളാം പറയാണ്. വേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പം നീ എന്നെയും ദത്തുപുത്രിയായിട്ട് അംഗീകരിച്ചോ? അതുക്കും മേലെ അംഗീകരിച്ചെന്ന് പറയാണ്. അപ്പം അതുക്കും മേലെന്ന് വെച്ചാൽ സ്വന്തം ചേച്ചിയായിട്ട്, അച്ഛൻ്റെ മകളല്ലേ, അപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ ഞാൻ അംഗീകരിച്ചു എന്ന് പറയാണ്. അങ്ങനെ ഞാൻ ചായ ഇടാം എന്ന് പറഞ്ഞ് അലീന അങ്ങ് കയറി പോവാണ്. അലീന അങ്ങനെ ചായയായിട്ട് മോള് ബാലേന്ദ്രൻ്റെ അടുത്ത് വരികയാണ്. ഗുഡ് മോർണിംഗ് ഒക്കെ പറയാണ്. മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ്. 55 ഡിഗ്രി ഉണ്ട്, അത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ അലീനയുടെ ചെവിക്കൊക്കെ പിടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അന്തരീക്ഷമൊക്കെ, എന്തെങ്കിലുമൊക്കെ മിണ്ടിയോ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണമോളും മിണ്ടി, കുഴപ്പമില്ല, എന്നെ ചേച്ചിയായിട്ട് അംഗീകരിച്ച്. ഭവിതയും ലോകത്തും ഒന്നും മിണ്ടിയില്ല. പിന്നെ വൈജയ്ക്ക് കാലിൽ അടിയുണ്ട് പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെന്ന് എനിക്കറിയാമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. കുറച്ച് സമയം എടുക്കും ഇതെല്ലാം കലങ്ങി തെളിയാൻ എന്ന് അലീന പറയുകയാണ്. നിനക്ക് ഞാൻ പുതിയൊരു പട്ടം തന്നിട്ട് എന്താണ് ഫീലിങ്സ്? ദത്തുപുത്രി പട്ടം തന്നിട്ട് പ്രത്യേകിച്ചൊരു ഫീലിങ്സ് ഇല്ല. കളഞ്ഞ് എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ എൻ്റെ സഹോദരങ്ങളുടെ അച്ഛൻ എൻ്റെ അച്ഛനായിട്ടേ ഞാൻ കണക്കൂട്ടിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ്റെ സംസാരം, എൻ്റെ അച്ഛൻ്റെ നടത്തം, എൻ്റെ അച്ഛൻ്റെ സ്നേഹം, ഇതൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇത് കേട്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ മനസ്സ് എൻ്റെ മകളുടെ സ്ഥാനമാണെന്ന് അറിഞ്ഞപ്പോൾ അതിലും വലിയ സന്തോഷം വേറെയില്ല എന്ന് അലീന പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ മനസ്സിൽ നിൻ്റെ സ്ഥാനം എന്തുവെന്ന് ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഇത് കേട്ട് ഇങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.